ഇവനാണ് നമ്മുടെ താരം. ഓ, കയ്യിൽ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ താരമാവും. കണ്ടില്ല ഇതാ ആളാ പക്കായിട്ട് ഒരുങ്ങി. സാധനം അയലയാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കടൽ ഇരുമ്പുത്തറ. നമുക്ക് അവിടെ കുറച്ച് കോൺക്രീറ്റ്, ഈ പുലിമൂട് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് കെട്ടിയ കോൺക്രീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കുറച്ച് തീരെ നല്ല അടിയുണ്ട്. അവന്മാരെ തൂക്കിയിട്ട് വരാം. നമുക്ക് അവന്മാരെ തൂക്കിയിട്ട് വരാം. കൂടുതൽ അങ്ങോട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല, കാര്യം മീൻ പോകും. നമുക്ക് അവന്മാരെ തൂക്കിയിട്ട് വരാം. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. അങ്ങോട്ടല്ലേ? ഇവിടെ നമ്മൾ 3-4 വല അടുപ്പിച്ചടിക്കും. അങ്ങനെ ഫസ്റ്റ് ആളാ പക്കായിട്ട് ഒരുങ്ങി. ഇതിൽ ചാകര തന്നെ വല വരിഞ്ഞ കണ്ടില്ലാടാ. മീനുണ്ട് 2 മീനുണ്ട്. അപ്പോൾ അടിയിലോട്ടും വേറെ മീൻ കാണും. ഗൈസ്, ഇതിൽ ചാകരയാണ്. എന്തിനൊക്കെ കിടന്ന് അടിക്കണല്ലേ, എന്തിനൊക്കെ പാമ്പ് കിടന്ന് പിളയും പോലെ പിളയണം. ഇതെന്തോന്ന് സാധനം? അയലയാ? അതുകൊണ്ട് ഗൈസ് അയല കിട്ടി. അയല ഇനി അങ്ങനെ നമ്മളെ വലയിലും അയല കയറിയിരിക്കുകയാണ്. അയല ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് നീങ്ങ. ദൂണ്ട് ഇറക്കണ്ട. ആദ്യമായി കടലിൽ നിന്ന് നമുക്ക് അയല കുളത്തിൽ നിന്ന് പോലും കിട്ടാത്ത സാധനം നമുക്ക് കടലിൽ നിന്ന് കിട്ടി. ഗൈസ്, ഇതാണ് അയല. നല്ല പെടക്കണ അയല. അവിടെ ഉണ്ട് അയല. ഇത് നമുക്ക് പാര. ഇത് നമ്മൾ നോർമലി എടുത്തത് ഞങ്ങൾ പോയി. ഇത് അടുത്ത അയല. പക്ഷെ ഒരു നീളം വായുള്ള അയല അല്ലേ, മുള്ളൊക്കെ ഉള്ള അയലയാ. മുള്ളനയല പുതിയ പേരാണ്. നമുക്ക് ബക്കറ്റ് ഇട്ടിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വല കിട്ടിയതാണ്. നമ്മൾ വല എടുത്തിട്ട് വല നൂത്തിട്ട് മീനുകൾ ആരും കാണിക്കുന്നില്ല എന്ന് ഒരുപാട് പരാതിയുണ്ട്. ഓരോ മീനായിട്ട് കാണിച്ചടാ. ഈ മീനിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ എന്താടാ? തല കാണിയതാ. അടുത്ത മീൻ കാണിക്കും. ഇതാ വരുന്നു പനഞ്ചാള. ഇവനാണ് പനഞ്ചാള. മുള്ളു ഡേഞ്ചറായിട്ടുള്ള മീനാണ് ഇവൻ. പക്ഷെ കാണാനെന്ന് പറഞ്ഞാൽ അവൻ്റെ കളറിനെ പോയിട്ടേ ഉള്ളൂ. നമ്മൾ അക്യൂറത്തിലൊക്കെ ഇടാൻ പറ്റിയ മീൻ. ആ മുള്ള് കണ്ടില്ലേ, മുള്ളിൻ്റെ ഷാർപ്നെസ് കെട്ടിയാൽ ഇരുപ്പതാണ്, നിന്ന് കറങ്ങും. പക്ഷേ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അവൻ്റെ പേരാണ് നച്ചറ. ഇനിയുണ്ട്. ഇനി ഒരു വലിയ നച്ചറ ഉണ്ട്, അത് ഞാൻ കാണിച്ചില്ല. ഇത് നച്ചറ. കണമ്പ് മാലാവെന്നൊക്കെ പറയുന്ന സാധനം ഇതാണ്. നമ്മുടെ വലിയ സൈസൊന്നുമല്ല, എന്നാലും നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റിയ സാധനം. അടിപൊളി. അവിടെ ഇന്ന് നല്ല വെള്ളമാണ്, അതില്ലേ വെള്ളവും കൂടുതലാണ്. അടുത്ത് ഒരു പ്രത്യേകതരം മീനാണ്. കരയിലിടാനേ പറ്റും നമുക്ക്. കഴിക്കെടുക്കാൻ പറ്റില്ല, കട്ടി കൂടുതലാണ്, ചതക്കട്ടി കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഒരു മീനുണ്ട്, അനുവിൻ്റെ ഫേവറേറ്റ്, വലിപ്പം കണ്ടാവാൻ ഞെട്ടിയ മീനാണ്. നച്ചറയിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലുതാണ് അല്ലേടാ. വല പൊക്ക് വല അങ്ങ് കല്ലിട്ടിൻ്റെ ഇടയിലാണ് പോയി. ആ മീനാണ് നമുക്ക് ആവശ്യം. അതനാണ് നമ്മുടെ നച്ചറ. ഇവിടെ കളർ അക്യൂറത്തി ഇടാൻ എന്തായാലും ബെറ്ററാണ് കേട്ടോ. ഈ ഒരു കളർ പിന്നെ മുള്ളവിടെ ഈ മുള്ളും നല്ല രസമാണ് കാണാൻ. കിട്ടിക്കഴിഞ്ഞ് നല്ല സുഖമായിരിക്കും. പാലിൽ പിടിച്ചു നോക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ. കിട്ടിയില്ല. ഇത്രയും നേരം കിട്ടിയ മീനുകൾ ഒരു വലയിൽ കിട്ടിയ മീനെന്ന് പറയാം. അതായിരിക്കും ബെറ്റർ. 10 വലയായിട്ടേ ഉള്ളൂ. ആരും പോകരുത്. അടുത്ത് വലയൊക്കെ നൂത്ത് നമ്മൾ അടുത്ത വലയിലോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത വലയ്ക്കാണ്.
ചാട്ടമൊന്നുമില്ല. വരണമെന്നില്ല, മോളിൽ തന്നെ വരും. മീനുണ്ട് മീനുണ്ട്. ചാകര മറ്റേ ദേഹത്ത് കുത്താ നോക്കിക്കോ. ഒരു നച്ചറ കിടക്കുന്നു, ഒരു നച്ചറ കിടക്കുന്നു ദേഹത്ത് കുത്താ. നമുക്കൊരു നച്ചറ കിട്ടി. ഡേഞ്ചറസ് മീനാണ്. മുള്ളു കൊണ്ട് തീരുമാനമാകുന്ന മീൻ. പിടിക്കോ നീ? ഞാൻ പിടിക്കാം. അല്ലെ നീ കിട്ടോ? ഇതിൽ ചാകരയുണ്ട്. മുകളിലെത്തിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഫേവറേറ്റ് ഫോക്കസ് ആവുന്നില്ല. കളർഫുൾ ആണ്, കണ്ടില്ലേ? ഇവനാണ് നമ്മുടെ താരം. ഓ, കയ്യിൽ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ താരം, നമ്മൾ താരമാവും. കണ്ടില്ല, ഇതാണ് മുള്ളു. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. നല്ല സുഖമായിരിക്കും. അടുത്ത് ചാള, പനഞ്ചാള. ഞാൻ പനഞ്ചാള രണ്ടെണ്ണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ 3 അതിസുന്ദരമായ 3 മീനുകൾ. ഇതിൻ്റെ പേര് നമ്മുടെ ഇവിടെ നച്ചറയില്ലേ, നച്ചറ. നിങ്ങളവിടെ എന്തെങ്കിലും പേര് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിന്ന് ഹാർബറിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ, സി യു. ഓക്കെ, ബൈ ബൈ.